ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോലെ. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്കിൻ്റെ കാര്യം മറന്നേ പോരുത് കേട്ടോ. രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ ഒരു ക്ലീൻ കിച്ചണിലേക്ക് വരുമ്പോൾ നമ്മൾ പണികളൊക്കെ പെട്ടെന്ന് സ്റ്റാർട്ടാകാനും എന്താ പറയുക ഒരു എനർജിയോട് കൂടിയിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് തോന്നാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ തലേ ദിവസം എന്തായാലും ക്ലീനിങ് കിച്ചൺ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടിട്ട് പാത്രമെല്ലാം കഴുകി ക്ലീൻ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടിട്ട് തലേ ദിവസം കിടന്ന് ഉറങ്ങാറുള്ളൂ കേട്ടോ. എത്ര വയ്യെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്തായാലും അത് നമ്മൾ തന്നെ ചെയ്യണം രാവിലെ ആയാലും. അപ്പോൾ രാത്രിയിൽ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റെസ്റ്റ് എടുക്കുകയല്ലേ. പിന്നെ രാവിലെ വന്ന് പിറ്റേ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ പിറ്റത്തെ ദിവസം നമുക്ക് നല്ല ഉഷാറോട് കൂടിയിട്ട് നല്ല ഒരു തിരക്കില്ലാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ചുകൂടെ ഈസി ആയിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ നമ്മളെ ദോശ ഇഡ്ഡലി ബാറ്ററില്ലേ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ഈ ഒരു ബാറ്റർ നന്നായിട്ട് പൊങ്ങി വരുന്നൊരു ബാറ്ററാണ് കേട്ടോ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈസ്റ്റോ കാര്യങ്ങളോ ഒന്നും ചേർക്കാത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്, റെസിപ്പി ഇതിൻ്റെത് കാണിച്ചിട്ടുണ്ട്, മാവാട്ടുന്നത്. അത് വേണമെങ്കിൽ ഞാൻ ലിങ്ക് കമൻറ്റിൽ കൊടുക്കാം കേട്ടോ. ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റിലൊക്കെ ആയിട്ട് കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ, ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് അപ്പോൾ ദോശ ബാറ്റർ റെഡിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ദോശയോ ഇഡ്ഡലിയോ എന്ത് വേണമെങ്കിലും ഈ ഒരു ബാറ്ററോട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്നിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ സവാള വേണ്ട, ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഉണക്കമുളകില്ലേ, ഉണക്കമുളക് കേട്ടോ ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത്. ഉണക്കമുളക് ഉണ്ടെങ്കിൽ മുളക് തന്നെ എടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ മുളക് പൊടി 1-2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ശരിക്കും ഇത് ഞാൻ തലേ ദിവസം ഞാൻ എപ്പോഴും നിങ്ങൾക്കറിയാം, എപ്പോഴും ലഞ്ചിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആണെങ്കിലും ചെറിയ പ്ലാനിങ് ഒക്കെ ചെയ്തു വെക്കും. എന്താണ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിനായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് തേങ്ങ, ഇപ്പോൾ ഇതിനേക്കാണെങ്കിൽ ഞാൻ ഇത്രയും കാര്യങ്ങളൊന്ന് ജാറിലിട്ടിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കും, അല്ലെങ്കിൽ ഒരു ബോക്സിലിട്ടിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കും. ഇത് എന്തെങ്കിലും ഒന്ന് ചെയ്യും കേട്ടോ. ഇന്നിപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി കാണിക്കേണ്ടതുകൊണ്ടാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകേണ്ടതുകൊണ്ടാണ് അത് ചെയ്ത് വെക്കാണ്ടിരുന്നത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊന്ന് ഒരുക്കി വെക്കലുണ്ട് കേട്ടോ. ഒന്ന് പ്ലാൻ ചെയ്യൽ എനിക്ക് മസ്റ്റാണ് കേട്ടോ. എന്നാലാണ് എൻ്റെ പണികൾ എനിക്ക് തിരക്കില്ലാതെ, എല്ലാ പണികളും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, പക്ഷേ നമുക്ക് തിരക്കില്ലാതെ ഒരു ഹറിബറി ആവാതെ കിച്ചൺ മോശമാക്കിയിടാതെ നമുക്ക് റിലാക്സ് ചെയ്തിട്ടും എൻജോയ് ചെയ്തിട്ടും നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഞാൻ നല്ല റിലാക്സ് ചെയ്തിട്ട് തന്നെയാണ്, അല്ലാണ്ട് തിരക്കാക്കിയിട്ടല്ല കേട്ടോ കുക്ക് ചെയ്യുന്നത്. അപ്പം നമ്മളെ ചട്നിയിലേക്ക് കുറച്ച് പാലോ അല്ലെങ്കിൽ പുളിയില്ലാത്ത തൈരില്ലേ അതോ ചേർത്തോളൂ. പുളി പ്രശ്നമില്ലാത്തവർക്ക്, പുളി വേണം എന്നുള്ളവർക്ക് പുളിയുള്ള തൈരാക്കാം കേട്ടോ. ഞാനിപ്പോൾ പുളിയില്ലാത്ത തൈരും കുറച്ച് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ചെറിയ തരിതരിപ്പോട് കൂടിയിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. എൻ്റെതിപ്പോൾ ഞാൻ വേറൊരു കാര്യത്തിന് പോയപ്പോൾ കുറച്ചൊന്ന് അരഞ്ഞു പോയി, അത്രയും അരയണ്ട കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. അതായിരിക്കും ടേസ്റ്റ് ഒന്നും കൂടെ കൂടുതൽ. കുഴപ്പമൊന്നുമില്ല, ഒന്നും കൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് വറവൊഴിച്ചെടുത്താൽ മതി. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ഇപ്പം നല്ല കല്ല് പോലെ ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. രാവിലെ നല്ല തണുപ്പുള്ളത് കൊണ്ട് കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് വറവൊഴിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുക്കിങ്ങിന് സഹായിക്കുന്ന കുറേ കാര്യങ്ങൾ പോലെ ക്ലീനിങ്ങിന് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ വറവ് വയ്ക്കുന്നത് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഒക്കെ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലേ, അപ്പം ഉള്ളത് അപ്പം ക്ലീൻ ചെയ്തിട്ട് പോവുക, പാത്രങ്ങളൊക്കെ അപ്പം കഴുകിയിട്ടൊക്കെ പോവുകയാണെങ്കിലല്ലേ നമ്മൾ കുക്കിങ്ങും കിച്ചണത്തെ കാര്യങ്ങളും ഒന്നുകൂടെ ഒന്ന് ഈസിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ കുട്ടികളുള്ള വീടൊക്കെ ആണെങ്കിൽ പണി കുറച്ചുകൂടെ കൂടുതലുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. കുറച്ചൊന്ന് നമുക്ക് ഈസി ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ചട്നി റെഡിയാണ്. ഇനി ദോശ ചുട്ടു തുടങ്ങാം. അപ്പം ഞാൻ രാവിലെ എണീറ്റ്
മുറ്റടിക്കൽ കാര്യങ്ങളൊക്കെ ഇന്ന് തീർത്തു കേട്ടോ. മുറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കിച്ചണിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 7:30 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ദോശയൊക്കെ ആകുമ്പോൾ നമ്മൾ അപ്പം തന്നെ അങ്ങ് കഴിക്കുമല്ലോ, ചൂടോടെ കഴിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെയാണ് കേട്ടോ ദോശ ഉണ്ടാക്കുക. അപ്പോൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നെയ്യാക്കിയിട്ടാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ദോശയാണെങ്കിൽ നെയ്യ് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ മുരിച്ചെടുക്കുന്ന ദോശയല്ലേ, അതാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് ചൂടോടെ അങ്ങനെ തന്നെ ആക്കിയിട്ട് തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. ഈ ഒരു ദോശേൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു 3 ദോശ വരെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ചുട്ടെടുക്കാൻ വേണ്ടി പറ്റും. അതായത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ അവസാനം നമ്മൾ നമുക്ക് വേണ്ടി ചുട്ട് വെച്ചിട്ടല്ലേ നമുക്ക് കഴിക്കാൻ പറ്റും. വേറൊരാൾ നമുക്ക് ചുട്ട് തരാനില്ലെങ്കിൽ അപ്പോൾ നമുക്ക് ഒരു തണുത്ത ദോശയിലേക്ക് ഇട്ടാൽ അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു ദോശ ബാറ്റർ നിങ്ങൾ റെഡിയാക്കി എടുത്താലല്ലേ ഒരു 3 ദോശ വരെ നിങ്ങൾക്ക് ചുട്ട് വെച്ചാലും ആ ഒരു 3 ദോശ എന്താ പറയുക നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇതുപോലെ ഇരിക്കും കേട്ടോ. നല്ല അടിപൊളി ദോശയാണ്. മസാല ദോശയ്ക്കും നെയ്റോസ്റ്റിനൊക്കെ സൂപ്പറാണ് കേട്ടോ. എന്നാൽ ഇഡ്ഡലി ആണെങ്കിലും അതുപോലെ ഞാനന്ന് വീഡിയോയിൽ പറഞ്ഞതാണ്, ഈ ഒരു ബാറ്റർ കൊണ്ട് നമുക്ക് ഇഡ്ഡലി ദോശ രണ്ടും ഉണ്ടാക്കാം. സെയിം ബാറ്റർ ഉണ്ട്. അതിപ്പോൾ ഇപ്പം ഒരു കോമൺ ബാറ്റർ ആണെങ്കിൽ നമ്മൾ ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കി അല്ലെങ്കിൽ നാളെ ഇഡ്ഡലി ഉണ്ടാക്കി അടുത്ത 2 ദിവസമാണ് നമ്മൾ ദോശ ഉണ്ടാക്കുക. അപ്പോഴത്തേക്കും മാവ് കുറച്ചൊന്ന് ലൂസാവുകയൊക്കെ ചെയ്യും. ഇതങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. ഈ ബാറ്റർ തീരുന്നവരെ നിങ്ങൾക്ക് അങ്ങനെ തന്നെ നല്ല ഫ്ലഫി ആയിട്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം, ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് ദോശയും ഉണ്ടാക്കാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ ദോശയ്ക്ക് മാവ് അരച്ച് വെച്ചാൽ രാവിലെ എണീറ്റിട്ട് റഫീക്ക ഒരു ദോശ കഴിക്കും കേട്ടോ. ഇങ്ങനെ നെയ്യാക്കിയിട്ട് ഇങ്ങനെ കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കൂലേ, അങ്ങനെ കഴിക്കും. അതിന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വൈകുന്നേരം വേഗം അരച്ചു വെക്കും കേട്ടോ. ഒരു 6 മണി 6:30 ആകുമ്പോഴത്തേക്ക് അരച്ചു വെക്കും. അപ്പോൾ നമുക്ക് രാവിലെ എടുക്കുമ്പോൾ പ്രശ്നമില്ലല്ലോ. അല്ലെങ്കിൽ നമുക്കൊരു 7 മണിയൊക്കെ ആകുമ്പോൾ എടുത്താൽ പോരെ. അതിന് മുമ്പേ എടുക്കേണ്ടതുകൊണ്ടാണ് ഞാൻ അത്ര നേരത്തെ അരച്ചു വെക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 വീഡിയോൻ്റെ കമൻസ് കുറച്ചൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരുപാട് കൊടുക്കാൻ ബാക്കിയുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും കമൻസിന് റിപ്ലൈ തരും കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറേ കമൻസ് നല്ല കമൻസ് നല്ല വിഷ് ചെയ്തിട്ടും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്തിട്ട് കുറേ കമൻസ് കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ താങ്ക് യു സോ മച്ച് കേട്ടോ എല്ലാവരോടും. അപ്പോൾ ഞാൻ എല്ലാ കമൻസും റീഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭാര്യയും ഭർത്താവ് ആകുമ്പോൾ എന്താ പറയുക, വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് കൊടുക്കുക, ഗിഫ്റ്റ് തരിക, വാങ്ങുക, ഇതൊന്നുമല്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതൊരു സന്തോഷം. നമ്മുടെ ലൈഫിൻ്റെ ഇടയിലൂടെ നടന്നു പോകുന്ന ഡെയിലി ലൈഫിൽ നടന്നു പോകുന്ന ഓരോ സന്തോഷങ്ങളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങലും കൊടുക്കലും ഗിഫ്റ്റ് കൊടുക്കലും വാങ്ങലൊക്കെ. അതല്ലാതെ അതില്ലെങ്കിലും ഒരു പ്രശ്നമില്ല കേട്ടോ. നമ്മളെ സന്തോഷത്തിനൊന്നും ഒരു കുറവ് വരാണ്ടിരുന്നാൽ മതി, നമ്മുടെ ജീവിതത്തിന് ഒരു കുറവും വരാണ്ടിരുന്നാൽ മതി, നമ്മളെ ഹാപ്പിനെസ്സിന്. കാര്യം ഇപ്പോൾ ഗിഫ്റ്റ് കിട്ടിയില്ല എന്ന് വിചാരിച്ചിരുന്നു അതിലൊന്നും ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് എൻ്റെ അഭിപ്രായം. ചിലർ ഭർത്താക്കന്മാർക്ക് അതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, അവർ ഓർത്ത് വെക്കുക പോലും ഇല്ല കേട്ടോ. അത് അവരെ തെറ്റൊന്നുമല്ല, അവർക്ക് വേറെ പല കാര്യത്തിൽ അവർക്ക് നല്ല മൈൻഡ് ഉണ്ടാവും. പക്ഷേ ചില ഭാര്യമാർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. ചിലർ ഓർത്ത് വെക്കുകയൊന്നുമില്ല. അപ്പോൾ അതൊന്നും വലിയ തെറ്റും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. വേറെ പല സന്തോഷങ്ങളും നമുക്ക് ലൈഫിൽ ഇല്ലേ, ലൈഫിൽ അവർ തരുന്നില്ലേ. അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ കൂട്ടി വായിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേക്ക് അവർ ഓർത്ത് വെച്ചില്ല, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് തന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളെ ലൈഫ് സന്തോഷമുള്ളതല്ല, ഇങ്ങനെ ആയിപ്പോയി, അങ്ങനെയൊന്നും ചിന്തിക്കരുത് കേട്ടോ. ബാക്കിയുള്ള കാര്യം നമ്മൾ ഡെയിലി ഉള്ള ബാക്കിയുള്ള കാര്യങ്ങളിൽ നമുക്കത് സന്തോഷമായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റിയ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ. ഇതിലൊന്നും ഒരു കാര്യമില്ല എന്നല്ല, നമുക്ക് ഡെയിലി ഉള്ള കാര്യങ്ങൾ എന്താ പറയുക, ഡെയിലി കിട്ടുന്ന ഓരോ ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും അത് നല്ലത് തന്നെയാണ്. പക്ഷെ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ആ സന്തോഷം ഇല്ലാതാകുന്നില്ല, നമ്മളെ എന്താ പറയുക ലൈഫിന് കളറില്ല, ഭംഗിയില്ല, അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. ഭാഗ്യമില്ല അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. അപ്പോൾ അതെനിക്കിവിടെ പറയണം തോന്നി, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കേക്കിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതിപ്പോൾ അന്ന് ഞാൻ വെഡിങ് ആനിവേഴ്സറിക്ക് ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഡ്രസ്സ് കാണിക്കണമെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ ഡ്രസ്സ്. എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഞാനെടുത്ത് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനന്ന് ഡീറ്റെയിൽസ് പറയാതിരുന്നത്, ഇത് ഞാൻ ഉംറക്ക് പോയില്ലേ ഞാനും റഫീഖും കൂടെ, അപ്പോൾ അവിടെ നിന്ന് മദീനത്തു നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഒരു ഇവിടുത്തെ നാട്ടിലത്തെ 2500 2500 ഇതിൻ്റെ റേറ്റ് വന്നത്.
നല്ല ക്വാളിറ്റി സാധനമാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. അതിങ്ങനെ നൂലിൻ്റെ എംബ്രോയ്ഡറി വന്നിട്ടുണ്ട് ഫ്രണ്ടിലും ഈ ഒരു നമ്മളെ താഴെ ഇങ്ങനെ അര വരുന്ന ഭാഗത്ത് ആ ഭാഗത്തും കൂടെ കേട്ടോ. നല്ല രസമായിട്ടുണ്ട് കാണാൻ. ജീൻസിൻ്റെ ഒക്കെ വെയർ ചെയ്താൽ പുറത്തേക്ക് വെക്കണം. അപ്പം ഞാനിത് അധികം യൂസ് ചെയ്തിട്ടേ ഇല്ല. ഇനി പുറത്തേക്ക് യൂസ് ചെയ്യണം എനിക്കിത് എന്തായാലും. ഞാൻ പിന്നെ അന്ന് നല്ലൊരു ഡ്രസ്സ് ഇടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് സെലക്ട് ചെയ്ത് കിട്ടുമെന്നേ ഉള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറയാതിരുന്നത് ഇതുകൊണ്ടാണ് കേട്ടോ. ഞാനിത് ഇവിടുന്ന് വാങ്ങിച്ചതല്ല, അതുകൊണ്ടാണ് പറയാതിരുന്നത്. പിന്നെ ആ രീതിയിലൊക്കെ നമുക്ക് തയ്പ്പിച്ചെടുക്കാം കേട്ടോ. ക്ലോത്ത് വാങ്ങിയിട്ട് തയ്പ്പിച്ചെടുക്കാം. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പർദ്ദ ക്ലോത്ത് തന്നെയാണ് കേട്ടോ. പർദ്ദേൻ്റെ കുറച്ചുകൂടി ഒരു ലൈറ്റായിട്ടുള്ള ക്ലോത്ത്. നമുക്ക് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്താലും നാശാവില്ല എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ക്ലോത്ത്. അപ്പോൾ ആ ഒരു പർദ്ദേൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു തന്നെയാണ് നമുക്കത് ഇട്ടാലും കിട്ടുന്നത് കേട്ടോ. ആ ഒരു രീതി തന്നെയാണ്. ഏകദേശം താഴെ വരെ ഉണ്ട്, കുറച്ചേ നമുക്ക് പാൻറ്റ് കാണുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ശേഷം നല്ലോണം വെയിലാകുന്നതിന് മുമ്പ് എനിക്ക് ആന്തൂര്യത്തിൽ കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ. അന്ന് ആന്തൂര്യല്ല, എല്ലാ ചെടികളിലും ഉണ്ട്. ഇങ്ങനെ പഴുത്ത ഇല അല്ലെങ്കിൽ ഇങ്ങനെ വാടിയ കരിഞ്ഞ ഇലകളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ആന്തൂര്യത്തിലാണെങ്കിൽ പഴുത്ത ഇലേനേക്കാളും ഇപ്പോൾ ഇല ഇങ്ങനെ തിങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇല ഇങ്ങനെ തിങ്ങിക്കഴിഞ്ഞാൽ ആന്തൂര്യത്തിൽ ഫ്ലവർ കുറയും കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതലായിട്ടുള്ള ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കട്ടെ. ഇതിങ്ങനെ ഒഴിവാക്കുന്ന സമയത്തൊരു സങ്കടമാണ്, ഒരു വിഷമമാണ്. നമ്മൾ നല്ല ഇല കട്ട് ചെയ്ത് കളയല്ലേ, പക്ഷേ അത് അതിൻ്റെ ഗ്രോത്തിന് അത് നല്ലതാണ് കേട്ടോ. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മാറ്റം പെട്ടെന്ന് കാണാൻ വേണ്ടി പറ്റും. നല്ലോണം ലീഫ് ഉണ്ടെങ്കിൽ കേട്ടോ നല്ല ഫ്ലവറായിട്ട് ചെടി ഒന്നുകൂടെ നല്ല ഉഷാറായിട്ട് വരും കേട്ടോ. ഇങ്ങനെ ലീഫ് വെറുതെ തിങ്ങി നിന്നു എന്ന് വിചാരിച്ചിട്ട് ഫ്ലവർ അങ്ങനെ ഉണ്ടാവില്ല, അത് കുറയാണ് കേട്ടോ ചെയ്യാം. പിന്നെ കുറേ പേര് നമ്മൾ ആന്തൂര്യത്തിനെ കുറിച്ച് ചോദിക്കലുണ്ട്. ഞാനിത് കുറേ വർഷം മുമ്പ് നമ്മുടെ എന്താ പറയുക ഇവിടുത്തെ ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. പ്ലാന്റൊക്കെ വിൽക്കുന്ന അവിടെ നിന്ന് വാങ്ങിയതാണ്. ഹൈബ്രിഡാണ്, നാടനല്ല ഹൈബ്രിഡാണ്. അതിങ്ങനെ എല്ലാ നഴ്സറിയിൽ നിന്നും കിട്ടും കേട്ടോ. അതിന് ഹൈബ്രിഡ് പ്ലാന്റ് ചെറുതല്ല, വലിയ സൈസ് തന്നെ നോക്കി വാങ്ങിച്ചാൽ മതി കേട്ടോ. അതിൽ നിന്ന് ഞങ്ങൾ ഒരെണ്ണം വാങ്ങിയിട്ട് അതിൽ നിന്ന് പിടിപ്പിച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ എല്ലാതും. ശരിക്കും നമ്മളൊരു പ്ലാന്റ് വെച്ച് ഒരു കൊല്ലം കഴിയുമ്പോഴത്തേക്കും ആ ഒരു ചട്ടിയിൽ നിറഞ്ഞു വരും. നമുക്കൊരു 8-10 അതിൽ നിന്ന് പ്ലാന്റ് അടുത്ത തവണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അത്രയും നമ്മളടുത്ത് ആദ്യം ഉണ്ടായിരുന്നുള്ളൂ 10, പിന്നെ അത് 20 പിന്നെ അത് 30 അങ്ങനെ നമ്മൾ ഇങ്ങനെ കട മാറ്റി ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ ഇത്രയും. കുറേ പേര് സെയിൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ സെയിൽ ചെയ്യുന്നില്ല കേട്ടോ, പ്ലാന്റൊന്നും സെയിൽ ചെയ്യുന്നില്ല. നമുക്ക് വീട്ടിൽ വെക്കാൻ ഇൻഡോറായിട്ട് വെക്കാൻ ഉള്ള ചെടികളാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്, സെയിലൊന്നും ചെയ്യാറില്ല. പിന്നെ ആന്തൂര്യത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എന്താ പറയുക, മെയിൻ്റനൻസ് കുറവാണ് കേട്ടോ. നമുക്ക് ഭയങ്കരമായിട്ട് അതിൽ കിടന്ന് ഇങ്ങനെ പണിയെടുക്കേണ്ട കാര്യമില്ല. ഒരു സമയത്ത് പ്ലാന്റൊക്കെ ഒന്ന് പിരിച്ച് പ്ലാന്റൊക്കെ ഒന്ന് പോട്ടിങ്ങൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 2 കൊല്ലം അങ്ങനെ തന്നെ കിട്ടും, നോക്കേണ്ട കാര്യമില്ല. വെറും വെള്ളം ഒഴിക്കുക, തണലിൽ വെക്കുക. ഇതിപ്പോൾ ഞാൻ ചെയ്തത് തണലിൽ വെക്കുക ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഈ നല്ല വേനലാകുന്ന സമയത്ത് ചാണകവും അതുപോലെ തന്നെ കടലപ്പിണ്ണാക്കൂല്ലേ അതിങ്ങനെ കലക്കിയിട്ട്, അത് ഇത്ര അളവൊന്നുമില്ല കേട്ടോ, കുറച്ച് ഒരു 1/2 ബക്കറ്റ് ചാണകത്തിലേക്ക്, പച്ച ചാണകത്തിലേക്ക് 2 കൈപ്പിടി കടലപ്പിണ്ണാക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് കലക്കി ഒരു ബക്കറ്റിലോ ഡ്രമ്മിലോ എന്തിലെങ്കിലും അടച്ചു വെക്കും. എന്നിട്ട് അതൊരാഴ്ച വെച്ചിട്ട് ഇടയ്ക്ക് ഒന്നരാടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരാഴ്ച വെച്ചിട്ട് അതിൽ നിന്ന് 1-2 ആഴ്ച വെക്കുക, ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. അതിൽ നിന്ന് 2 കപ്പ് എടുക്കുക. ഇപ്പോൾ ഒരു ബക്കറ്റ് എടുത്തിട്ട് അതിൽ 1/4 ബക്കറ്റ് ഈ വളം ഒഴിച്ചിട്ട് അതിലേക്ക് ബാക്കി നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കുക, ആ ബക്കറ്റ് നിറയുന്നവർ. എന്നിട്ട് അത് ഇപ്പോൾ ഡയലൂട്ട് ആവുമല്ലോ, എന്നിട്ട് അത് ഓരോ കപ്പ് വെച്ചിട്ട് എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കും, എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കും. അത് നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, കഴിഞ്ഞ വേനലിൽ ചെയ്തതാണ്. ഇപ്പോൾ നമ്മൾ ചെടിക്ക് വളമോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല, ചാണകമൊന്നും കിട്ടാനുമില്ല കേട്ടോ ഇപ്പോൾ ഈ ഒരു സീസണിൽ. അപ്പോൾ അതാണ് ഞാൻ ചെയ്യൽ. കുറേ പേര് ചോദിക്കലുണ്ട്, അതുകൊണ്ടാട്ടോ ഞാൻ വീഡിയോയിൽ തന്നെ പറയാൻ കാരണം. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ലീഫും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടു. ഇത് കണ്ടോ, മാഷാ അല്ലാ, ഇതിലേറ്റവും വലിയ ആന്തൂര്യത്തിൻ്റെ ഫ്ലവർ ആട്ടോ ഇത്. നല്ല രസമുണ്ട് കേട്ടോ, കാണാൻ നല്ല ഭംഗിയാണ്. നമ്മളിതിൽ ഇങ്ങനെ കാണുന്നതിനേക്കാളും വലുതാണ് കേട്ടോ അത്, ആ ഒരു ഫ്ലവർ. അപ്പോൾ അതവിടെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ പ്ലാന്റും ഒന്ന് ക്ലീൻ ആക്കി കേട്ടോ. പിന്നെ മുറ്റടിച്ച് വാരൽ ഞാൻ രാവിലെ തീർത്തിട്ടുണ്ടായിരുന്നു. അത് വെളിച്ചെണ്ണ ഉരുകാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. രാവിലെ തണുപ്പായതുകൊണ്ട് ഇങ്ങനെ കല്ല് പോലെ ആയിട്ടുണ്ട്, വെളിച്ചെണ്ണ തീർന്നിട്ടുമുണ്ട്. അപ്പോൾ വെയിലായപ്പോൾ പുറത്ത് വെച്ചതാ.
ഇനി ഉച്ചക്കത്തേക്കുള്ള ഫുഡാക്കണം. അങ്ങനെ ഭയങ്കര ഫുഡൊന്നും ആക്കുന്നില്ല, കുറച്ച് മീനുണ്ട്. അപ്പോൾ മീൻ കറി വെക്കുക, എന്തെങ്കിലും ഒരു ഉപ്പേരി പോലെ അതും കൂടെ ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പം മച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, റമൽത്താൻ്റെ. അപ്പോൾ അവർ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ കുറച്ചുകൂടെ മീനെടുത്തു, കുറച്ച് കൂടുതൽ കറി ഉണ്ടാക്കുകയാണ്. അതുപോലെ എൻ്റെ ഉമ്മയും വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ആന്തൂര്യം റെഡിയാക്കിയിട്ട് കയറിയില്ലേ, അപ്പോൾ ഉമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഉമ്മാനോട് കുറച്ച് സമയമൊക്കെ വർത്താനം പറഞ്ഞിരുന്നു, ചായ കൊടുത്തു. അങ്ങനെ കുറേ സമയം നമ്മൾ റഫീഖ ഉണ്ടല്ലോ വീട്ടിൽ, റഫീഖയും ഞാനും വാവയും ഉമ്മയും കൂടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അതിന് ശേഷം കേട്ടോ കിച്ചണിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ കറി വെക്കുന്നതിൻ്റെ ഇടയിൽ അവരെത്തിയിട്ടുണ്ട്. മച്ചും റമൽത്തയും സുഹൃത്തയും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ വരുമ്പോൾ ഒരു കേക്ക്, നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറി കഴിഞ്ഞല്ലോ, അപ്പോൾ അത് കഴിഞ്ഞിട്ടാണല്ലോ ഇപ്പോൾ അവർ വരുന്നത്. അപ്പോൾ അതിൻ്റെ പേരിലൊരു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിരുന്ന കുറച്ച് പൈനാപ്പിൾ ജ്യൂസ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പൈനാപ്പിൾ ജ്യൂസ് നിങ്ങൾ ശ്രദ്ധിച്ചോ, അതിൽ പതയാണ് കേട്ടോ, കൂടുതൽ വെള്ളം കുറവാണ്. അതിപ്പോൾ അവർ അവിടെ നിന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട് കേട്ടോ, സബ്സ്ക്രൈബേഴ്സ് കാണും, വ്യൂസ് കാണും എന്നൊക്കെ പറഞ്ഞിട്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചുരിദാർ അപ്പിടുന്നില്ല, പിന്നീട് കല്യാണത്തിനിടാന്ന്. അപ്പോൾ ആരാ കല്യാണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ. മച്ചുവിൻ്റെ കല്യാണമാണ് കേട്ടോ. നമ്മൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞത് ഓർമ്മയല്ലേ. അപ്പോൾ ഡിസംബർ 27-നാണ് കേട്ടോ കല്യാണം വരുന്നത്. 26, 27 കല്യാണത്തിൻ്റെ തിരക്കാവാനായി തുടങ്ങി. ഡ്രസ്സ് എടുക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പം എനിക്കും ഡ്രസ്സ് എടുക്കണം. ഞാൻ റഫീഖ ഒന്ന് റെഡി ആയിട്ട് ഡ്യൂട്ടിക്കൊക്കെ പോകാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ, ഓക്കെ ആയിട്ട് വരുന്നുണ്ട് മാഷാ അല്ലാഹ്. അപ്പോൾ റഫീഖ പോകാനൊക്കെ തുടങ്ങിയതിന് ശേഷം ഡ്രസ്സ് എടുക്കാനൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. സമയം ഉണ്ടല്ലോ, കുറച്ചുകൂടെ സമയം ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഈ മാസം 27-നാണ് കേട്ടോ, ഡിസംബർ 27-ന്. നമ്മളങ്ങനെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് കേക്കൊന്നും കട്ട് ചെയ്ത് ആഘോഷിക്കാറൊന്നുമില്ല കേട്ടോ. പണ്ട് ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കേക്ക് ഉണ്ടാക്കുമായിരുന്നേ. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരും, നമ്മൾ കേക്കോ അങ്ങനെ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ, കപ്പ് കേക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടം കൊണ്ട് ഉണ്ടാക്കുമായിരുന്നു. ഇതിപ്പോൾ അന്ന് നമ്മൾ വെഡ്ഡിങ് ആനിവേഴ്സറിൻ്റെ അന്ന് കുഞ്ഞുമോനും കേക്ക് കൊണ്ടുവന്ന്, അപ്പോൾ അത് എല്ലാവരും കൂടി കഴിച്ചു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ന് ഇവർ കൊണ്ടുവന്നുകൊണ്ട് അത് കട്ട് ചെയ്ത് കഴിക്കുന്നേ ഉള്ളൂ കേട്ടോ. വെഡ്ഡിങ് ആനിവേഴ്സറി സ്പെഷ്യലൊന്നും പറയാൻ പറ്റില്ല ഇതിനെ. പിന്നെ ഞങ്ങളെല്ലാവരും ഇത് കഴിക്കട്ടെ. അപ്പോൾ ഇപ്രാവശ്യത്തെ നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷങ്ങൾ ഇതോടുകൂടി കഴിയുകയാണ് കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം. അപ്പോൾ എനിക്ക് പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പിന്നെ തുടക്കാനൊന്നും നിന്നില്ല കേട്ടോ. ഇന്ന് എനിക്ക് മേലെ തുടക്കാനുണ്ടായിരുന്നു. പിന്നെ ഇവർ വരുവാന്ന് പറഞ്ഞപ്പോൾ പിന്നെ മേലെ തുടക്കാനൊന്നും നിന്നില്ല, വേഗം ഒന്ന് അടിച്ചു വാരിട്ടു. അതിനിടയിൽ ഇന്ന് നമുക്ക് അടക്ക പറിക്കാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സമയം അങ്ങനെ പോയി. ഇപ്പോൾ ഏകദേശം ഉച്ചയായിട്ടുണ്ട് എന്തായാലും. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിക്കാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. ബാങ്കൊക്കെ കൊടുത്തു. അപ്പം അടക്ക പറിക്കാൻ വന്നപ്പോൾ പിന്നെ അവരെ കൂടെ കുറച്ച് അങ്ങനെ നിൽക്കണമല്ലോ. അതൊക്കെ ഇങ്ങനെ അടക്ക ഇങ്ങനെ പറിച്ചിടും. പിന്നെ അവരെന്നെ റെഡിയാക്കി എടുത്തതൊക്കെ, എന്നാലും നമ്മളൊന്ന് നോക്കണമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ഞാനും റഫീഖയും ബാവയൊക്കെ ഉണ്ടായിരുന്നു മുറ്റത്ത്. പിന്നെ രാവിലെ കുറച്ച് സമയം എൻ്റെ എഡിറ്റിങ്ങും കാര്യമായിട്ട് അങ്ങനെ പോയി. ഇന്ന് രാവിലെ തന്നെ ഇരുന്നു കേട്ടോ. രാവിലെ ഇപ്പോൾ 4 മണിക്കൊക്കെ എണീറ്റ് നമ്മൾ നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം, കുളിയും കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് സമയം എഡിറ്റിങ്ങിന് വേണ്ടിയിരുന്നു കേട്ടോ. അതുകൊണ്ട് അത് ഉച്ചക്കത്തേക്ക് വെക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല. എനിക്കിങ്ങനെ ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്തില്ലേ എഡിറ്റിങ്ങിനൊന്നും ഇരുന്ന ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. എന്താ പറയുക, നമുക്കൊരു സ്വസ്ഥത ഉണ്ടാവില്ല. നമുക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം ചെയ്യാൻ പറ്റില്ല. കിച്ചണത്തതും ഫ്രീ ആയിട്ട് ചെയ്യാൻ കഴിയില്ല, എഡിറ്റിങ്ങും എനിക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ രാവിലെ കുറച്ച് സമയം എടുത്താൽ കുഴപ്പമില്ലല്ലോ. നമ്മൾ ഫ്രീ ആയിട്ട് മൈൻഡ് ഫ്രീ ആകുന്ന ഒരു ടൈമാണല്ലോ അത്. ആരും ഉണ്ടാവില്ല, ആരും എണീറ്റിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ളൂ എന്നുള്ളൊരു ഫീലും ഉണ്ടാവും. അപ്പോൾ എനിക്ക് നല്ല കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഞാനങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെ ഫ്രീ ആയിരിക്കണം എന്നാലാണ് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഒരു വേഗം തന്നെ പോയി കേട്ടോ. ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ റമൽത്താക്ക് ഇനിയിപ്പോൾ കല്യാണമൊക്കെ ആയതുകൊണ്ട് കുറേ എന്തെല്ലോ കാര്യങ്ങളൊക്കെ ഉണ്ട് ടൗണിൽ എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ അങ്ങനെ അവർ വേഗം പോയിട്ടുണ്ടായിരുന്നു. ഉമ്മ ഉണ്ട് കേട്ടോ, ഉമ്മ വൈകുന്നേരമേ പോവുള്ളൂ.
അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് സമയമൊക്കെ ഒന്ന് ഇരുന്ന് ഉമ്മ ഉള്ളതുകൊണ്ട് കുറച്ച് സമയമൊക്കെ ഒന്ന് വർത്തമാനം പറഞ്ഞിരുന്നു കേട്ടോ. ഇനി ഞാൻ വൈകുന്നേരത്തേക്ക് ഒരു സ്നാക്സ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് അമ്മായി അന്ന് കൊണ്ടുതന്ന സ്നാക്സ് ഇല്ലേ നമ്മൾ വെഡിങ് ആനിവേഴ്സറി വീഡിയോയിൽ, അതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അമ്മായിനോട് ചോദിച്ച് മനസ്സിലാക്കി പിന്നെ എൻ്റെ ഒരു വേർഷനും കൂടെ ആക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. മൈദക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം, പക്ഷേ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക മൈദ തന്നെയാണ്. ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കാമെന്ന് മാത്രം, കഴിക്കാത്തവർക്ക് കേട്ടോ, അതായത് മൈദ ഉപയോഗിക്കാത്തവർക്ക്. അപ്പോൾ ഞാൻ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. ഇന്ന അളവൊന്നുമില്ല, നമുക്ക് എത്ര എണ്ണം വേണം അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. അതെടുക്കുക, നമ്മൾ പൂരിയൊക്കെ പോലെ ആ ഒരു എണ്ണമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതിലേക്ക് മൈദയിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഒരു 2-3 ടീസ്പൂൺ, 2 ടീസ്പൂണൊക്കെ മതി ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് നമ്മൾ സമൂസ ഉണ്ടാക്കുമ്പോഴൊക്കെ ഈ 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്താൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആ ഒരു മാവിന്. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു മൈദയിൽ. അതും നല്ല ടേസ്റ്റ് ഉണ്ടാവുകയെ, നല്ല ടേസ്റ്റ് കൂടും. അതൊക്കെ സ്കിപ്പ് ചെയ്യാവുന്നതാണ്, പക്ഷേ ടേസ്റ്റ് കൂടുന്ന കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഓയിലും സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതാ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലിട്ടിട്ട്. എന്നിട്ട് നമ്മളെ പൂരീൻ്റെ വലുപ്പമല്ലേ, എന്താ പറയുക, ചപ്പാത്തീൻ്റെ വലുപ്പം ആവരുത്, പൂരീൻ്റെ വലുപ്പത്തിലുള്ള ഇങ്ങനെ മാവ് ഇങ്ങനെ ഉരുളകളാക്കിയിട്ട് എടുക്കുക. എന്നിട്ടൊന്നുമില്ല, പരത്തിയെടുക്കാൻ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് പിന്നെ കുഴൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കും കേട്ടോ. അങ്ങനെ പരത്തിയെടുക്കുക. പൊടി ഇട്ടിട്ട് നമ്മൾ പൂരിക്ക് പരത്തിയെടുക്കില്ലേ, അതുപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. അതിൻ്റെ വലുപ്പവും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു സൈസിലാട്ടോ നമ്മൾ എടുക്കേണ്ടത്. ഒരുപാട് വലുത് വേണ്ട, ഒരുപാട് ചെറുതാകരുത്. പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് ചെയ്തു വെക്കാനുണ്ട്. അപ്പോൾ ഞാൻ അതവിടെ ബോൾസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടാവും, ഒന്ന് പരത്താനുണ്ട്. അതിൻ്റെ ഇടയിൽ 1-2 കാര്യങ്ങളുണ്ട്. കുറച്ച് ചിക്കൻ പീസസ് എടുത്തിട്ടുണ്ട് കേട്ടോ. 2 വലിയ പീസ് എടുത്തിട്ട് ഞാൻ ഇതുപോലെ നമ്മൾ ബീഫൊക്കെ എടുക്കില്ലേ അതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. തിരുമ്മി വെക്കുകയൊന്നും വേണ്ട, തിരുമ്മിയ ഉടനെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പെട്ടെന്ന് ഫ്രൈ ആവും കേട്ടോ, കാരണം ചെറിയ പീസ് ചിക്കൻ അല്ലേ, പെട്ടെന്ന് ഫ്രൈ ആയിട്ട് വരും. ഒരുപാട് നേരം ഇട്ടിട്ട് ഇങ്ങനെ ഹാർഡാക്കിയിട്ട് എടുക്കരുത് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇതാ എണ്ണ ചൂടായി വന്നപ്പോൾ ചിക്കനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത്, അപ്പോൾ അത് റെഡിയായി, നമ്മൾ 2 സ്റ്റേജ് റെഡിയായി. ഇനി 2 കാര്യങ്ങളും നമുക്ക് ചെയ്യാനുണ്ട്. പക്ഷെ ഇത് വീഡിയോ കാണിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് തോന്നും, ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഉള്ളി വഴറ്റിയ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതാ ഇനി ഒരു ചമ്മന്തി നമുക്ക് പൊടിച്ചെടുക്കാനുണ്ട്. അതിലേക്ക് ഇതാ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ. അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുക്കുക, കുറച്ച് മല്ലിയില എടുക്കുക, പിന്നെ ഒരു ചെറിയ സവാളേൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ലെമൺ ജ്യൂസോ അല്ലെങ്കിൽ കുറച്ച് വിനീഗറോ ഒഴിച്ച് കൊടുക്കാം. എൻ്റെ അടുത്തിപ്പോൾ ലെമൺ ജ്യൂസ് ഇല്ല കേട്ടോ, ലെമൺ ഇല്ല, അതുകൊണ്ട് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുത്തു. അതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മളെ ചിക്കൻ എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ചമ്മന്തി റെഡി, ചിക്കൻ റെഡി. 2 എഗ്ഗില്ലേ അതൊന്ന് ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ടാക്കിയിട്ടും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 2-3 ഒക്കെ എടുക്കാം കേട്ടോ. ഈ ഒരു അളവിലേക്ക് ഇപ്പം എനിക്ക് 2 എണ്ണം മതി. അപ്പോൾ എല്ലാം റെഡിയാണ്. ഇനി ഇതൊന്ന് സെറ്റാക്കാനേ ഉള്ളൂ കേട്ടോ. ഇതാ ഞാൻ ഇതെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. പൂരീൻ്റെ അത്ര കട്ടി വേണ്ട കേട്ടോ. ഇത് കണ്ടോ, നൈസായിട്ട് തന്നെയാണുള്ളത്. നമ്മൾ സമൂസ ഷീറ്റില്ലേ ആ ഒരു ഷീറ്റിൻ്റെ ഒക്കെ ഒരു പരുവത്തിലൊന്ന് പരത്തിയെടുത്താൽ മതി. ഒരുപാട് കട്ടി വേണ്ട കേട്ടോ, നമ്മളിത് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നതല്ലേ. ഇനി ഇതാ ഒരു പീസ് എഗ്ഗ് പുഴുങ്ങിയത് വെച്ച് കൊടുത്തു, ഒരു പീസ് ചിക്കൻ്റെ പീസ് വെച്ച് കൊടുത്തു. നിങ്ങൾക്ക് വലുതുണ്ടാക്കണമെങ്കിൽ കുറച്ചുകൂടെ എന്താ പറയുക, ആ ഒരു പരത്തിയത് വലുതാക്കിയിട്ട് കുറച്ചുകൂടി ചിക്കനും എല്ലാം വെച്ച് കൊടുക്കുക കേട്ടോ. ഇത്ര ആവശ്യമുള്ളത് ഒരു കറക്റ്റ് പരുവാണ്. കുറച്ച് ചമ്മന്തിയും കൂടെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് വെച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ, വീഡിയോയിൽ കാണുന്നത് പോലെ. എന്നിട്ട് ഇങ്ങനെ ഒട്ടിപ്പിക്കുകയൊന്നും വേണ്ട, വെറുതെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ തന്നെ അത് അവിടെ ഒട്ടി നിന്നോളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. ചിക്കൻ വെച്ച്, എഗ്ഗ് വെച്ച്, നമുക്ക് ആവശ്യമുള്ളത്ര ചമ്മന്തി വെച്ച് കൊടുക്കുക. ഇതൊക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. എല്ലാത്തിലും ഒരുപാട് ഉപ്പിടണ്ട കേട്ടോ, എല്ലാം പാകത്തിന് ഉപ്പിട്ടാൽ മതി, കാരണം എല്ലാം കൂടെ കൂട്ടിയിട്ടല്ല നമ്മൾ കഴിക്കാം. അപ്പം അങ്ങനെ എന്നിട്ട് ഇതാ 2 ഭാഗം ഇതുപോലെ ഫോൾഡ് ചെയ്യുക, അടുത്ത ഭാഗം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ആകുമ്പോൾ തന്നെ ആ മൈദ അതിൻ്റെ അവിടെ ഒട്ടി നിന്നോട്ടെ. അതിങ്ങനെ പൊളിഞ്ഞു പോരുക, പൊട്ടിപ്പോരുക ഒന്നും ചെയ്യില്ല കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതാ ഇത് റെഡിയാണ്. ഞാൻ ബാക്കിയുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതാ നമ്മുടെ ലാസ്റ്റത്തതും കൂടെ നമ്മൾ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിനിപ്പോൾ എന്താ ഒരു പേര് പറയുക, അത് നിങ്ങൾ തന്നെ പറയും കേട്ടോ. എന്താ പറയുക,
സ്പെഷ്യൽ സ്നാക്സ് അല്ലെങ്കിൽ അമ്മേൻ്റെ സ്നാക്സ് എന്നൊക്കെ പറയാം നമുക്ക്. നിങ്ങളിത് നിങ്ങളൊരു പേര് പറയട്ടോ, ഇതിന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്താ പറയേണ്ടതെന്ന്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ വെളിച്ചെണ്ണയോ ഓയിലോ എന്തായാലും കുഴപ്പമില്ല, ചൂടായ എണ്ണയിലിട്ടിട്ട് നമ്മൾ സമൂസയൊക്കെ ഫ്രൈ ആക്കിയിട്ട് എടുക്കൂലേ, അതുപോലെ ഫ്രൈ ചെയ്ത് എടുത്താൽ മതി കേട്ടോ. 2 ഭാഗവും ഗോൾഡൻ കളറായിട്ട് വരുന്ന സമയത്ത് നമുക്ക് 2 ഭാഗവും തിരിച്ചിട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് 2 ഭാഗവും ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റാം കേട്ടോ. എണ്ണയൊന്നും ഒട്ടും കുടിക്കൂല കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചെയ്തോ, എണ്ണയൊന്നും ഒട്ടും കുടിക്കൂല. നന്നായിട്ട് കുക്കായി നല്ല സെറ്റായിട്ട് വരും. എനിക്കിപ്പോൾ ഈ ഒരു കളർ ഇഷ്ടമാണ്. ഒന്നും കൂടെ ഗോൾഡൻ ആക്കിയിട്ട് എടുക്കാം കേട്ടോ വേണമെങ്കിൽ. അപ്പോൾ ഇതാ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ട, എണ്ണയൊന്നും കുടിക്കൂല കേട്ടോ, ആ ഒരു പേടിയേ വേണ്ട. നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കും, നല്ല ടേസ്റ്റാട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ആക്കി നോക്കിക്കോ, സൂപ്പറാണ്. ഇതിപ്പോൾ അന്ന് അമ്മായി പറഞ്ഞു തന്നതിന് ശേഷം പിറ്റേ ദിവസം തന്നെ ഞാൻ ഉണ്ടാക്കി കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇത് 3ാമത്തെ തവണ കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ഉണ്ടാക്കിയത് നമുക്ക് ഇന്നത്തേക്ക് ആവശ്യത്തിലുള്ളത് മാത്രം ഞാൻ ഫ്രൈ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഞാൻ എടുത്തു വെക്കോട്ടോ, എന്നാൽ പിന്നെ നാളെ വൈകുന്നേരത്തേക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് നമുക്ക് അത്രയും മതി. ബാക്കി ഇത്രയും ഞാനിത് ഒരു ബോക്സിലേക്ക് ആക്കിയിട്ട്, ഫ്രീസറിലല്ല കാരണം നാളെ തന്നെ എടുക്കാനുള്ളതല്ലേ, ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. അപ്പം നാളത്തേക്ക് ഇത് എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് റഫീഖയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് റഫീഖ് അങ്ങനെയാണ്, എന്തെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് നാളെയും അത് തന്നെ വേണമെന്ന് പറയും, അടുത്ത ദിവസം അത് തന്നെ വേണമെന്ന് പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം പിന്നെ നമ്മൾ സമൂസയൊക്കെ കഴിക്കുന്ന പോലെ തന്നെ ചൂടോട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് കേട്ടോ. തണുക്കുമ്പോൾ സമൂസയൊക്കെ തണുക്കുന്നതിൻ്റെ ആ ഒരു ഫീലില്ലേ, അങ്ങനെയാണ് ഉണ്ടാവുക. ശരിക്കും ഇത് റമദാനിന് ഉണ്ടാക്കാൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ അല്ലെങ്കിൽ സേവ് ചെയ്ത് വെച്ചോ. റമദാനിന് ഉണ്ടാക്കാൻ ഒരു കിടുവായിട്ടാണ് കേട്ടോ ഇത്. വലിയ ചിലവും വരുന്നില്ല, നല്ല ഈസിയാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാ നല്ല പുറം നല്ല ക്രിസ്പി ആയിട്ട് അകം നല്ല മസാലയോട് കൂടിയിട്ട് നല്ല അടിപൊളി സ്നാക്സാണ് കേട്ടോ. വെറൈറ്റി സ്നാക്സാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചായ കുടിക്കട്ടെ. ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ചാൽ ഒട്ടും എണ്ണ കുടിക്കൂല കേട്ടോ. പിന്നെ അമ്മായി ചെയ്തത് ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ ഒരു 4-5 പത്തിരി ഒരുമിച്ച് വെച്ചിട്ട് പരത്തിയെടുക്കൂലേ, അങ്ങനെ പരത്തിയെടുത്തിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരെണ്ണം കൊണ്ട് ഇതുപോലെ മടക്കിയിട്ടാണ് കേട്ടോ അമ്മായി ചെയ്തത്. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പരത്തിയേ ഉള്ളൂ, നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഏത് രീതിയിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.